മണ്ഡലകാലം. വെള്ളിവെയിലൊഴുകുന്ന പകലുകൾ, മഞ്ഞു പെയ്യുന്ന നിലാരാവുകൾ, ആത്മാവിനെ തൊട്ടുണർത്തുന്ന വൃശ്ചികക്കാറ്റ്, മേഘങ്ങളൊഴിഞ്ഞ ശുദ്ധ നീലാകാശം, ആത്മാനന്ദത്തിൻ്റെ തുരീയം. മണ്ഡലകാലത്തിൽ 41 ദിവസവും എല്ലാ ദിവസവും വരുന്ന എല്ലാ ഭക്തന്മാർക്കും ഉച്ചയ്ക്ക് അന്നദാനം അത് വളരെ ഭംഗിയായ രീതിയിൽ ഗംഭീരമായ രീതിയിൽ നടത്തി വരുന്നുണ്ട്. അത് അയ്യപ്പൻ്റെ കലികവരതനായ ആശ്രിത വത്സരനായ ജലകല്ലീശ്വരൻ്റെ അനുഗ്രഹാശിസുകൾ കൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു വഴിപാടാണ്. 41 മണ്ഡലവിളക്ക് ദിവസം, സമാപന ദിവസം അന്നദാനത്തിൻ്റെ ഒരു ഗംഭീര ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് ഒരു 12,000 ജനം അന്ന് അന്നദാനത്തിന് പങ്കുചേർന്ന് അയ്യപ്പൻ്റെ അല്ലെങ്കിൽ അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ കൃപാകടാക്ഷം അർപ്പിക്കുന്ന കൂട്ടത്തിലാണ് അന്നത്തെ ദിവസം. അന്നദാനം മഹാദാനം. മണ്ഡലകാലത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും സമാപന ദിവസം മഹാന്നദാനവും ഇവിടുത്തെ പതിവ്. വ്രതശുദ്ധിയുടെ മണ്ഡലകാലം. ജലകള്ളീശ്വരന് ഉത്സവകാലം തന്നെ. ഡിസംബർ മാസത്തിൽ കൊടിയേറി ആറാട്ടോടെ ഉത്സവം അവസാനിക്കുമ്പോൾ ക്ഷേത്രം കേരളീയ അന്തരീക്ഷത്തിന്റെ പൂർണ്ണതയിൽ ലയിക്കുന്നു. കേരളത്തിൽ നിന്ന് കാതങ്ങളകലെ ഞങ്ങൾക്ക് കിട്ടിയ മനസ്സ് നിറയ്ക്കുന്ന അനുഭവം മറുനാടൻ മലയാളിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വച്ച ഒരു വിളക്കായിരുന്നു. ക്ഷേത്രായനത്തിൻ്റെ അടുത്ത യാത്രയ്ക്ക് ഞങ്ങൾക്ക് ഈ അനുഭവം ഒരുപാട് ധൈര്യം പകർന്നു തന്നു. നന്ദി. സേവ തന്നെ മാധവ സേവ എന്ന തത്വബോധമുൾക്കൊണ്ട ക്ഷേത്രങ്ങൾ. മാനവ സേവ തന്നെ മാധവ സേവ എന്ന തത്വബോധമുൾക്കൊണ്ട ക്ഷേത്രങ്ങൾ. ആശയുമാലംബവുമില്ലാത്തവർക്കും ശരണാലയം, ഇത് ശരണാലയം. ക്ഷേത്രായ